യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും നാഥനില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്. ഈ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾക്ക് ഒക്കെ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. അന്ന് തുടങ്ങിയതാണ് ഇനി ആരാകും രാഹുലിന്റെ ആ സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത്. പല പേരുകളൊക്കെ അപ്പോഴും ഉയർന്നു വന്നത്, പക്ഷേ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല എന്നത്. എന്തായാലും അക്കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കണമെന്ന് KPCC നേതൃത്വം ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ബിനോ ചുള്ളിയിലിനാണ് കൂടുതൽ നേതാക്കളുടെ പിന്തുണ. ബിനുവിനെ കൂടാതെ OJ ജിനേഷ്, KM അഭിജിത്ത്, അബിൻ വർക്കി എന്നിവരുടെ പേരും പരിഗണനയിലുണ്ട്. തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് ഉറപ്പ് നൽകിയിരിക്കുന്നു. ധനുസുമോദ് അതിന്റെ വിശദാംശങ്ങൾ നൽകും. ധനുസുമോദ്, അങ്ങനെ വരുമ്പോൾ വേഗത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതകളും സൂചനകളും ഒക്കെ കാണുന്നു. ബിനു ചുള്ളിയിലിന് തന്നെയാണോ കൂടുതൽ സാധ്യത? 48 മണിക്കൂറിനകം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിച്ചിരിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത്. കാര്യം നേരത്തെ CWC പ്രവർത്തക സമിതി യോഗം പാറ്റ്നയിൽ നടത്തി കഴിഞ്ഞപ്പോൾ അന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതൃത്വത്തോട് ഇക്കാര്യം നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചിരുന്നു. ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഇതുകൂടാതെ സംഘടനയുടെ ചുമതലയുള്ള ദീപാദാസ് മുഖ്യ എന്നിവരോടാണ് പറഞ്ഞത്. കാര്യം യൂത്ത് കോൺഗ്രസിന് ഒരു സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചതിന് ശേഷം പുതിയ ആളെ കണ്ടെത്താൻ കഴിയാത്തത് പലതരത്തിലും സംസ്ഥാനത്ത് ഈ സമരങ്ങളടക്കം നേതൃത്വത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് പങ്കുവച്ചത്. മാത്രമല്ല, ഇപ്പോൾ പല സമരങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് പല ജില്ലകളിലും ഒറ്റതിരിഞ്ഞുള്ള സമരങ്ങൾ മാത്രമാണ്. ഇതിനൊരു കോർഡിനേഷൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ തുടർന്നാണ് നേതാക്കന്മാർക്കിടയിൽ വളരെ അടിയന്തരമായി തന്നെ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 28-ാം തീയതി രാത്രിയോടെയാണ് ഡൽഹിയിൽ തിരികെ എത്തുക. അതിനു മുമ്പ് തന്നെ വിവിധ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ നോമിനി ആര് എന്നൊരു കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്യും. OJ ജലീൽ എന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പേരാണ് തന്റെ ഒന്നാമതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിന് ഇതുവരെ ഒരു പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ആ ഒരു പേര് എന്നതിൽ നിന്ന് അയഞ്ഞിട്ടുണ്ട്. ബിനു ചുള്ളിയലിനെ രണ്ടാമതായി പരിഗണിച്ചാലും അദ്ദേഹം എതിർക്കില്ല എന്നുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളായാലും അതുപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങളായാലും ബിനു ചുള്ളിയിലിനാണോ സാധ്യതയുള്ളത്? അതിന്റെ ഒരു അന്തിമമായ തീരുമാനം ഇന്ന് നടക്കുന്ന ചർച്ചയിലൂടെ മാത്രമായിരിക്കും വരുന്നത്. കാര്യം ബിനു ചുള്ളിയിലിന് സാധ്യത ഇപ്പോൾ വർദ്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ബിനു ചുള്ളിയിലിന് ഒരു നേതാവ് സംസ്ഥാനത്ത് നിന്ന് ബിനു ചുള്ളിയിലിനാക്കണം എന്ന് പറയാനായി ഒരു നേതാവില്ലായിരുന്നു. അദ്ദേഹം KC വേണുഗോപാലിന് വലിയ താല്പര്യമുള്ള അദ്ദേഹത്തിന്റെ ആളാണ് ബിനു ചുള്ളിയിൽ. പക്ഷെ അതേപോലെ തന്നെ KC വേണുഗോപാൽ വിഭാഗത്തിന് വലിയ താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് OJ ജിനേഷ്. അതുകൊണ്ട് ഈ KC വേണുഗോപാലിന്റെ ആളുകളെ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ ഇതിലാര് വേണം എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇപ്പോൾ VD സതീശന്റെ കൂടി ഒരു പാതി പിന്തുണ ഇദ്ദേഹത്തിന് എത്തിയിരിക്കുന്നത്, ബിനു ചുള്ളിന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ബിനു ചുള്ളിന്റെ സാധ്യത ഇപ്പോൾ വർദ്ധിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ നിലവിലെ ഉപാധ്യക്ഷൻ അബിൻ വർക്കിനെ ആക്കണം. കാര്യം അദ്ദേഹം സംഘടനാപരമായി വോട്ട് നേടി തന്നെ വിജയിച്ച ആളാണ് എന്നതിൽ നിന്ന് തനിക്കൊരു രണ്ടാമത്തെ പേര് പോലും ഇല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നേതാക്കന്മാർക്കിടയിൽ ഇനി തർക്കം വേണ്ട, എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യത്തിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്നും നാളെയുമായി പ്രധാനപ്പെട്ട ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെയോടുകൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും അന്തിമമായി ഒരു പേരിലായിട്ടില്ല. ഇപ്പോഴും ഒരു മുൻതൂക്കം എന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ ആരായാലും 48 മണിക്കൂറിൽ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന് ഒരു അധ്യക്ഷൻ ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്.